ഗോവിന്ദൻ മാഷ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പരാജയം സമ്മതിച്ചുവോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കാണിക്കുന്നത് അത്തരത്തിലുള്ളതാണ്. വടകരയിലും നാദാപുരത്തും BJP UDF വോട്ട് മറിച്ചു, ഫലം വരുമ്പോൾ നമുക്ക് കാണാം എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലും അതുപോലെ തന്നെ നാദാപുരത്തും BJP ശക്തിയായി UDF വോട്ട് മറിച്ചു എന്നാണ് MV ഗോവിന്ദന്റെ പരാമർശവും പരാതിയും. ഷാഫി പറമ്പിലും പാറക്കൽ അബ്ദുള്ളയുമാണ് ഇതിന്റെ പിന്നിൽ. ഇതിന്റെ പേരിൽ BJPയിലെ 7ഓളം പ്രവർത്തകരെ പുറത്താക്കിയിട്ടുണ്ടെന്നും പറയുന്നു. കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പണ്ടൊരു കോലീബി സഖ്യം ഉണ്ടായിരുന്നു. അത് പഴയ കഥയാണ്. പക്ഷെ അത് അന്ന് ഇടതുപക്ഷം ആ മണ്ഡലത്തിലാണ് ഇത്തരം കൂട്ടുകെട്ട് വന്നതെന്നും പറയുന്നു. MV ഗോവിന്ദൻ മാഷ് ഫലം പുറത്തു വരുമ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഈ മേഖലയിൽ സംഘർഷങ്ങൾ കുത്തിപ്പൊക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. LDF പ്രവർത്തകരെ കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ വെളിച്ചത്തിൽ നടന്നു വരുന്ന അന്വേഷണവും ബോംബ് ഭീഷണിയുമൊക്കെ വളരെ കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് എന്നാണ് ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായം. കൃത്യമായി ഡീൽ ഉണ്ട് BJPയും UDFും എന്നാണ് ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായം. ഇത് പല സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ UDFനെ ജയിപ്പിക്കാൻ വേണ്ടി BJP വലിയ തോതിൽ വോട്ട് മറിക്കും. അത് വെറുതെ വോട്ട് കൊടുക്കലല്ല, അതൊരു ഡീലിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നു എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പൈസയെല്ലാം സർക്കാർ എടുക്കുന്നു എന്ന് പറയുന്നതൊക്കെ പ്രചാരവേല മാത്രമാണ്. ധാരാളം കള്ളപ്രചരണങ്ങൾ UDFും BJPയും നടത്തുന്നുണ്ട്. അവർ ഒക്കെ ചങ്ങാതിമാരാണ്, ഇരട്ട പക്ഷികളാണ്, ഇരട്ട കുട്ടികളാണെന്നൊക്കെയുള്ള രീതിയിൽ MV ഗോവിന്ദൻ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ അത് വേറൊരു തരത്തിലുള്ള അടിയൊഴുക്കാണ് അവിടെ നടന്നത്. RSPയും CPMും തമ്മിലാണ് അടിയൊഴുക്ക്. അപ്പോൾ ഓരോ സ്ഥലം എടുത്താൽ ഓരോ തലത്തിലുള്ള അടിയൊഴുക്കുകളാണ് നടക്കുന്നത്. എന്തായാലും CPMന്റെ ഈ പ്രസ്താവനയോടുകൂടി നമുക്ക് സംശയം തോന്നുന്നത് വടകരയിലും നാദാപുരത്തും പേരാമ്പ്രയിലും ഒക്കെ ഉള്ള കണക്കെടുത്താൽ തീർച്ചയായിട്ടും CPM പരാജയം സമ്മതിക്കുകയാണോ എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അതോ 2ഓ 3ഓ സീറ്റുകൾ പോയാലും, ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലും അഡ്ജസ്റ്റ്മെന്റിലും ഡീലിലും ഒക്കെ പോയാലും ഞങ്ങൾ 75 സീറ്റ് പിടിക്കും, ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അനുസരിച്ച് പറയും പോലെ ഞങ്ങൾ 75 സീറ്റ് പിടിക്കും എന്നാണോ കേൾക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ശക്തമായ ഇടപെടലാണ് നടക്കുന്നത്. BJPയും UDFും തമ്മിൽ ഡീലുണ്ടെന്നുള്ളതാണ്. അതേസമയം UDFന്റെ പരാതി സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറും ഗോവിന്ദൻ മാഷും തമ്മിൽ ഡീലുണ്ടെന്നും പിണറായിയുമായിട്ട് നേരിട്ട് ഡീലുണ്ടെന്നും പിണറായിയെ ഒരു പ്രാവശ്യം കൂടി ജയിപ്പിച്ച് പിണറായിയുടെ ഗവൺമെന്റിനെ കൊണ്ടുവന്നതിന് ശേഷം അടുത്ത പ്രാവശ്യം BJP പ്രതിപക്ഷമായി നിന്നുകൊണ്ട് BJP UDFനെ തകർത്ത് വരാം എന്നുള്ള ഒരു ഇക്വേഷൻ പിണറായിയും BJPയുമായി നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 8-10 സീറ്റ് BJPക്ക് അഡ്ജസ്റ്റ് ചെയ്ത് CPM വോട്ട് ചെയ്യുമെന്നും ഒരു 75 സീറ്റിലോളം CPMന് BJP വോട്ട് ചെയ്തൊരു അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കണമെന്നൊക്കെ ഉള്ള കരക്കമ്പികളും ധാരാളമായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പുറത്തു വരുന്ന വാർത്തകളാണ്. പക്ഷേ ഈ പറയുന്ന നേതാക്കൾ പറയുന്ന പോലെ അണികൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ സംഘടിതമായി പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പാർട്ടി തീരുമാനമുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷെ അതൊക്കെ BJPയിലും കോൺഗ്രസിലും ഒക്കെ എത്ര കണ്ട് നടക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അതീവ ഗുരുതരമായ കൃത്യമായിട്ടുള്ള ഒരു ഡീലാണ് ഇവിടെ കേൾക്കുന്നത്. അതിനകത്ത് തമാശ എന്തെന്ന് പറഞ്ഞാൽ SDPI പോലുള്ള PDP പോലുള്ള സംഘടനകൾ ഓരോ മണ്ഡലാടിസ്ഥാനത്തിലും ഓരോരുത്തരുമായിട്ടാണ് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ശിവൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് ഡീലെങ്കിൽ മഞ്ചേശ്വരത്ത് ചെല്ലുമ്പോൾ UDFുമായിട്ടാണ് ലീവ്, അഷ്റഫിന് വേണ്ടിയിട്ടാണ് ഡീല്. അങ്ങനെ ഓരോ സ്ഥലത്തും ഡീലുകൾ തന്നെ, യാതൊരു നൈതികതയും നീതിയും ഒന്നും ഇല്ലാതെ നെറുകെട്ട ബന്ധങ്ങളും ഡീലുകളും പാരകളും പരസ്പരം ഒറ്റുകൊടുപ്പും കൂടക്കിടക്കുകയും കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന വളരെ മോശമായ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. അതിന് വളരെ കൃത്യമായ ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ വലിയ കൃത്യമായ ഒരു നിരീക്ഷണമാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. പക്ഷെ ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ തന്നെ ഒരു വിരൽ നാട്ടുകാരെ മുന്നിൽ ചൂണ്ടുമ്പോൾ, മറ്റ് പാർട്ടികളുടെ മുന്നിൽ ചൂണ്ടുമ്പോൾ 4 വിരൽ അല്ലെങ്കിൽ അടുത്ത വിരൽ
നെഞ്ചിലേക്കാണ് ചൂണ്ടേണ്ടത്, സ്വന്തം നെഞ്ചിലേക്കാണ് ചൂണ്ടേണ്ടത്. എത്ര സ്ഥലങ്ങളിൽ CPM BJP ഡീലുണ്ടാക്കി, ഇനി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി എത്ര സ്ഥലങ്ങളിൽ UDFന് വോട്ട് മറിക്കും, ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം രാജശേഖരൻ അവിടെ തോറ്റത്, നേമത്ത് തോറ്റതിൽ വളരെ കൃത്യമായ വോട്ട് മറിക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുന്ന പണി ചെയ്യാറുണ്ട്. ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള കൺസെപ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡീലുകൾ നടത്താറുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു സംശയം, LDF തോറ്റു പോകുന്നതിൻ്റെ ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണോ നമ്മുടെ ഗോവിന്ദൻ മാഷ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് നല്ല രസകരമായ ഒരു ജാമ്യമാണ്. ഗോവിന്ദൻ മാഷിൻ്റെ ഈ അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കപ്പെടണം. അദ്ദേഹം വിവിധ മണ്ഡലങ്ങളെ വെച്ചിട്ടാണ് പറയുന്നത്. ആരാണ് ഡീൽ നടത്തിയതെന്ന് പറയുന്നു. വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ആരോപണവും അദ്ദേഹത്തിൻ്റെ വിമർശനവും ഡേറ്റാബേസ് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ അങ്ങനെ ഓരോ ജില്ലകളെടുത്താൽ, മണ്ഡലങ്ങളെടുത്താൽ, പഞ്ചായത്തുകളെടുത്താൽ വലിയ ഡീലുകളാണ് ഇതുപോലത്തെ നടക്കുന്നത്. സാമ്പത്തികമുണ്ട്, അതിനകത്ത് പരസ്പരം പദവികൾ പങ്കുവെക്കുന്ന കഥയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് സാഹചര്യങ്ങളുണ്ട്. ജയിച്ചാൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യാം, പല വലിയ ഘടകങ്ങളാണ്. എന്തായാലും നാദാപുരത്തും വടകരയിലും ഡീലുണ്ടെന്നും പേരാമ്പ്രയിൽ ഡീലുണ്ടെങ്കിൽ പിന്നെ TP രാമകൃഷ്ണൻ തോറ്റുപോകുമെന്നും, അങ്ങനെ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ CPM വന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ CPM അധികാരത്തിൽ വന്നില്ലെങ്കിൽ 100% BJPയും UDFും തമ്മിൽ ഡീലുണ്ടെന്നും, അതേസമയം UDF വന്നില്ലെങ്കിൽ UDF പറയാൻ പോകുന്നത് BJPയും CPMും തമ്മിൽ ഡീലുണ്ടെന്നാണ്. പക്ഷേ ഇപ്പോൾ ആരുമായിട്ടാണ് ഡീല് എന്നുള്ളത് വോട്ടിംഗ് പാറ്റേൺ അറിയുമ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ ശതമാനം അറിയുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുക. അതിന് മെയ് 4 വരെ കാത്തിരിക്കണം. ഇന്ന് 26 ഇനി 8 ദിവസത്തിനകത്ത് നമുക്ക് കഥാനായകന്മാരാരാണെന്ന് അറിയാൻ പറ്റും. ഈ കഥയുടെ തിരിശേഷിപ്പ് എന്തെന്ന് തിരിച്ചറിയാൻ 8 ദിവസം മാത്രം.